സിറിയ ദുറൂസ് പ്രശ്നം. ഇസ്രായേൽ അവിടെ എന്തിനാണ് ഇടപെട്ടത്? ഒരു രാജ്യത്തിലെ ആഭ്യന്തര വിഷയത്തിൽ ഇസ്രായേൽ എന്തിനാണ് കയറി ഇപ്പോൾ ഇടപെടുന്നത്? വൻ ആക്രമണങ്ങൾ ദമാസ്കസിൽ അഴിച്ചുവിടുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം. ജൂലൈ 17 സിറിയക്കെതിരായ ആക്രമണം ഇസ്രായേൽ വർദ്ധിപ്പിച്ചു. രാജ്യത്തെ ദുറൂസ് ന്യൂനപക്ഷത്തെ പിന്തുണച്ച് ദമാസ്കസിലെ സിറിയൻ സൈന്യത്തിൻ്റെ ആസ്ഥാനവും പ്രതിരോധ മന്ത്രാലയവുമെല്ലാം ഇസ്രായേൽ ആക്രമിച്ചു. ആക്രമണങ്ങൾ മേഖലയെ സംഘർഷത്തിൻ്റെ വക്കിലെത്തിച്ചപ്പോൾ പുതുതായി രൂപീകരിച്ച സിറിയൻ സർക്കാരും ദുറൂസ് അധികാരികളും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു. ചോദ്യം: ജെറുസലേം അത് പാലിക്കുമോ എന്നതാണ്. തെക്കൻ സിറിയയിലെ ദുറൂസ് ബെയ്ഡുവിൻ സമൂഹങ്ങൾ തമ്മിലുള്ള ഒരു പ്രാദേശിക സംഘർഷമായിട്ടാണ് ഇത് ആരംഭിച്ചത്. എന്നിരുന്നാലും അത് സിറിയയുടെ പ്രതിരോധ മന്ത്രാലയത്തിലും മറ്റു ലക്ഷ്യങ്ങളിലും ഇസ്രായേൽ ബോംബാക്രമണം നടത്തുന്നതിലേക്ക് വളർന്നു. അമേരിക്കയുടെ വിദേശ ഇടപെടൽ നിർബന്ധിതമായി. ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എക്സിൽ ഇങ്ങനെ കുറിച്ചു: ഈ അസ്വസ്ഥവും ഭയാനകവുമായ സാഹചര്യം ഇന്ന് രാത്രി തന്നെ അവസാനിപ്പിക്കാനുള്ള നിർദ്ദിഷ്ട നടപടികളിൽ ഞങ്ങൾ ഏർപ്പെടുന്നു എന്ന് എഴുതിയതിന് തൊട്ടു പിന്നാലെ അക്രമബാധിതമായ സീഡയിൽ നിന്ന് സിറിയൻ സൈന്യം പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു. എന്നാൽ സിറിയയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇസ്രായേൽ എന്തിനാണ് അയൽരാജ്യത്ത് കയറി ഇപ്പോൾ ആവശ്യമില്ലാതെ ബോംബിട്ടത്? ലോകത്തിൻ്റെ ആ ഭാഗത്ത് വികസിക്കുന്ന സങ്കീർണമായ സാഹചര്യം ഞങ്ങൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. സിറിയയും ഇസ്രായേലും തമ്മിലുള്ള പുതിയ ആക്രമണത്തിന് കാരണം എന്താണ്? UK അടിസ്ഥാനമായുള്ള യുദ്ധ നിരീക്ഷകനായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ സീഡയിൽ അടുത്തിടെ ആക്രമണം ആരംഭിച്ചത് ബെയ്ഡുയിൻ ഗോത്രത്തിലെ അംഗങ്ങൾ വാരാന്ത്യത്തിൽ ഒരു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് ഒരു ദുറൂസ് സമുദായക്കാരനെ ആക്രമിച്ച് കൊള്ളയടിച്ചതിനെ തുടർന്നാണ്. ഇത് ഗോത്രങ്ങളും ദുറൂസ് സായുധ ഗ്രൂപ്പുകളും തമ്മിലുള്ള പ്രത്യാക്രമണങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കുമൊക്കെ കാരണമായി. ഷിയ ഇസ്ലാമിൻ്റെ ഒരു ശാഖയായ ഇസ്മായിലിസത്തിൻ്റെ 10ാം നൂറ്റാണ്ടിലെ ഒരു ശാഖയായി ആരംഭിച്ച ഒരു മതവിഭാഗമാണ് ദുറൂസ്. ലോകത്തെമ്പാടും ഏകദേശം 10 ലക്ഷത്തിലധികം ദുറൂസ് ജനങ്ങളുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും സിറിയയിലാണ് താമസിക്കുന്നത്. ഇത് പ്രദേശത്ത് സർക്കാർ സുരക്ഷാ സേനയെ വിന്യസിക്കുന്നതിലേക്ക് നയിച്ചു. എന്നിരുന്നാലും അവർ ബെയ്ഡുവിൻ ഗോത്രങ്ങൾക്കൊപ്പം പക്ഷപാതപരമായി ചേർന്നു. അതായത് ഈ സുരക്ഷാ സേന ഏറ്റുമുട്ടലുകളിൽ ഏകദേശം 300 പേർ കൊല്ലപ്പെട്ടുവെന്നും അവരിൽ 27 പേരെ നിയമവിരുദ്ധമായി വിചാരണ കൂടാതെ വധിച്ചുവെന്നും സിറിയൻ ഒബ്സർവേറ്ററി റിപ്പോർട്ട് ചെയ്യുന്നു. വാസ്തവത്തിൽ സർക്കാർ സൈന്യം വീടുകൾ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നതും ദുറൂസ് പുരുഷന്മാരെ ബലമായി പിടിച്ച് മീശ വടിച്ച് അപമാനിക്കുന്നതും കാണിക്കുന്ന വീഡിയോകളും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ എങ്ങനെയാണ് ഈ സംഘർഷത്തിൽ ഇടപെട്ടത്? ജൂലൈ 15 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് പറഞ്ഞു: ജൂതരാഷ്ട്രം ഇസ്രായേലിൻ്റെ നമ്മുടെ ദുറൂസ് പൗരന്മാരുമായുള്ള ആഴത്തിലുള്ള സഹോദര സഖ്യവും സിറിയയിലെ ദുറൂസുമായുള്ള അവരുടെ കുടുംബപരവും ചരിത്രപരവുമായ ബന്ധം കാരണം ദുറൂസ് വിഭാഗത്തിന് ദോഷം സംഭവിക്കുന്നത് തടയാൻ പ്രതിജ്ഞാബദ്ധരാണ്. താമസിയാതെ ഇസ്രായേൽ സിറിയയിൽ വ്യോമാക്രമണം നടത്തി. സീഡയിലെ നിരവധി സിറിയൻ സൈനിക സ്ഥാനങ്ങളിൽ ബോംബിട്ടു. സിറിയയിലെ ദുറൂസിന് ദോഷം വരുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. തൻ്റെ രാജ്യം നിശബ്ദമായി നിൽക്കില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ പുതിയ സർക്കാരിനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ സിറിയയിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിൽ ഏർപ്പെടുകയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, അരനൂറ്റാണ്ടായി ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ഗോലാൻ കുന്നുകളുടെ അതിർത്തി സംരക്ഷിക്കുന്നതിനായി ഒരു ബഫർ സോൺ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ ദീർഘകാല ഭരണാധികാരിയായിരുന്ന ബാഷാർ അൽ അസദിൻ്റെ പതനത്തിന് ശേഷം പുതിയ സർക്കാരിൻ്റെ കൈകളിൽ ആയുധങ്ങൾ എത്തുക തടയുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവകാശപ്പെട്ട് ഇസ്രായേൽ സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ 100 കണക്കിന് ആക്രമണങ്ങൾ നടത്തി വരികയാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം സിറിയൻ ടാങ്കുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും സൈനികർക്ക് നേരെ ഡസൻ കണക്കിന് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ചില സൈനികരെ കൊല്ലുകയും ചെയ്തു. ദുറൂസിനെ ആക്രമിച്ച സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുന്നതുവരെ സീഡയിൽ സൈന്യം ശക്തമായി പ്രവർത്തിക്കുമെന്ന് കാറ്റ്സ് പിന്നീട് കൂട്ടിച്ചേർത്തു. ദമാസ്കസിനുള്ള സൂചനകൾ അവസാനിച്ചു. ഇനി വേദനാജനകമായ പ്രഹരങ്ങൾ വരുന്നു എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ദമാസ്കസിൽ നടന്ന ഒരു സ്ഫോടനത്തിൻ്റെ സിറിയൻ ടെലിവിഷൻ ദൃശ്യങ്ങൾ തൻ്റെ എക്സ് അക്കൗണ്ടിൽ അദ്ദേഹം പങ്കിട്ടു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ തന്നെ ഇസ്രായേൽ അത് പാലിക്കുമോ? ബുധനാഴ്ച ഇസ്രായേലിൻ്റെ കനത്ത ബോംബാക്രമണത്തിനിടയിൽ സിറിയൻ സർക്കാർ ഉദ്യോഗസ്ഥരും ദുറൂസും പുതുക്കിയ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. നിയമവിരുദ്ധ ഗ്രൂപ്പുകൾക്കായുള്ള ഇടപെടൽ അവസാനിച്ചതിന് ശേഷം സ്വീകരിച്ച കരാറിലെ നിബന്ധനകൾ നടപ്പാക്കുന്നതിനായി സിറിയൻ സൈന്യം സീഡ നഗരത്തിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. ബുധനാഴ്ച പുതിയ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് സിറിയയുടെ ആഭ്യന്തര മന്ത്രാലയം എല്ലാ സൈനിക നടപടികളും പൂർണ്ണമായി ഉടനടി നിർത്തലാക്കുമെന്നും അത് നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ സർക്കാർ പ്രതിനിധികളും ദുറൂസ് ആത്മീയ നേതാക്കളും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും പറഞ്ഞു. പിന്നീട് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എക്സിൽ പറഞ്ഞു, ഈ അസ്വസ്ഥവും ഭയാജനകവുമായ സാഹചര്യം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദിഷ്ട നടപടികളിൽ എല്ലാ കക്ഷികളും യോജിച്ചു. ഇതിന് എല്ലാ കക്ഷികളും അവർ നൽകിയ പ്രതിജ്ഞാബദ്ധതകൾ പാലിക്കേണ്ടതുണ്ട്. ഇതാണ് ഞങ്ങൾ അവരിൽ നിന്ന് പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നത്. കരാറിന്റെ സ്വഭാവം വിശദീകരിക്കാതെ അദ്ദേഹം എഴുതി. എന്നിരുന്നാലും വെടിനിർത്തൽ പ്രഖ്യാപനത്തെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രായേലി ആക്രമണങ്ങൾ തുടർന്നു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ ദുറൂസ് പൗരന്മാരുടെയും അവരുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ മുൻഗണന എന്ന് പറഞ്ഞു. ഇസ്രായേലിനെതിരെ ഒരു പരോക്ഷ പരിഹാസത്തോടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, വെല്ലുവിളികളെ നേരിടാനും ജനങ്ങളെ സംരക്ഷിക്കാനുമാണ് ഞങ്ങൾ ജീവിതം ചെലവഴിച്ചത്. പക്ഷെ സിറിയക്കാരുടെ താല്പര്യങ്ങൾക്കാണ് ഞങ്ങൾ മുൻതൂക്കം നൽകിയത്. സിറിയൻ ജനത യുദ്ധത്തെ ഭയപ്പെടുന്നില്ല. അവരുടെ അന്തസ്സിന് ഭീഷണി ഉണ്ടായാൽ പോരാടാൻ തയ്യാറാണെന്നും അദ്ദേഹം വിശദീകരിച്ചു.